ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? ഓക്കെ, സുഖാണല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. എന്താ ഇംഗ്ലീഷിന്റെ പ്രത്യേകത? നമ്മുടെ മാതൃഭാഷയാണ് അല്ല, നമുക്ക് ഒരുപാട് അറിയപ്പെടുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഗ്രാമറിൽ ഒന്നായ ടെൻസ് ആണ്. എന്താണ് ടെൻസ്? ഒരു വീടിനെ ഉപമിക്കുകയാണെങ്കിൽ അതിന്റെ അടിത്തറയാണ് ടെൻസ്. ഈ ടെൻസ് പഠിച്ചിട്ടുള്ള പ്രയോജനം എന്താണ്? To speak and write sentences without mistake. ഹായ് മക്കളെ, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സമാന്തര വരകൾ എന്ന അധ്യായമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് സമാന്തര വരകൾ? നമുക്ക് നോക്കിയാലോ. ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത്. പാരലൽ ലൈൻസ്. ഇങ്ങോട്ട് നോക്കൂ, ഇതിൽ ഏത് വരയാണ് സമാന്തര വര? അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് എന്ന്. നമുക്ക് ആദ്യം ഈ വര, ഇത് സമാന്തര വരയില്ല. എന്നാൽ രണ്ടാമത്തെ വര നോക്കൂ, ഇങ്ങനെയാണ് പോകുന്നത്. അത് നമ്മൾ എത്ര നീട്ടി വരച്ചാലും കൂട്ടിമുട്ടില്ല. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം. നമ്മുടെ കഥയിലെ കഥാപാത്രമാണ് സാവിത്രിക്കുട്ടി. നമുക്കിന്ന് സാവിത്രിക്കുട്ടിയുടെ കഥ കേട്ടാലോ? നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണാറില്ലേ? അതുപോലെ സാവിത്രിക്കുട്ടിയും മനോഹരമായൊരു സ്വപ്നം കണ്ടു. വരാന്തയും മുറ്റവും അടുക്കളയും കിടപ്പുമുറിയും കുളിമുറിയും എല്ലാതുമുള്ളൊരു കുട്ടിപ്പുരയാണ് അവൾ സ്വപ്നം കണ്ടത്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ക്ലാസ്. ടുഡേ ഇംഗ്ലീഷ് ക്ലാസ്. How far is the river? നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? Between the boy and the river stood a mountain. ഒരു ആൺകുട്ടിയും ആൺകുട്ടിയും റിവറും ബിറ്റ്വീൻ നടുവിലായിട്ട് നിൽക്കുന്നുണ്ട്. stood a mountain. stood നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അയ്യോ ലഹിബ, സബാഹൽ ഖൈർ. കൈഫ ഹാലക്കും? അയ്വ മബ്രൂക്ക്. അപ്പോൾ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ആർ യു ഫൈൻ? ഓക്കെ. ഇന്ന് ഏതാണ് നമ്മൾ പഠിക്കാനുള്ളത്? ചരിത്രത്തിലേക്ക് എന്ന പാഠമാണ്. ഇതൊരു സ്കൂൾ ഫോട്ടോ ആണല്ലേ? ഇതേ പറയല്ലേ നിങ്ങളുടെ സ്കൂളും? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയില്ലേ? അത് തന്നെ, സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായി ആചരിക്കുന്നു. സാധാരണ നാമെല്ലാം സ്കൂളിൽ പോയിട്ടാണല്ലോ അധ്യാപകർക്ക് ഗ്രീറ്റിംഗ് കാർഡ് നൽകുകയും അധ്യാപകരായി അഭിനയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കോവിഡ് മഹാമാരി കാരണം നാം എല്ലാം വീട്ടിൽ തന്നെ സുരക്ഷിതമായി. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ വാക്കുകളൊക്കെ എല്ലാവരും ചെയ്തില്ലേ? അപ്പോൾ നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോയമാണ്. ഓക്കെ, ആ പോയത്തിന്റെ പേരറിയണ്ടേ? മിറർ മിറർ. അപ്പോൾ അതാരെ എഴുതിയിരിക്കുന്നത് അറിയണ്ടേ? മാധുരി. അപ്പോൾ ഞാൻ ആദ്യം 4 വരി വായിക്കും, എന്നിട്ട് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? Good evening children. How are you? Stay home, stay safe. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ടീച്ചേഴ്സ് ഡേ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയം സോഷ്യൽ സയൻസ്, സാമൂഹ്യ ശാസ്ത്രം. അതിലെ ഫസ്റ്റ് യൂണിറ്റ് എടുക്കാം. My dear children, welcome to our English class. Are you ready? Very good. നിങ്ങൾ എല്ലാവരും ഓണം ആഘോഷിച്ചോ? നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മലയാളമാണ്. Good morning, sir. Good morning, Iriku. Good morning, all of you. Respected me, teacher, and my dear teachers and my dear friends. I am going to tell a speech about Teachers' Day. September 5th is the birth anniversary of one of the modern India's most notable teachers. Assalamu alaikum. Masah
his wife lived on a island. പണ്ട് ഒരു മീൻപിടുത്തക്കാരനും അവരുടെ വൈഫും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം ഐസ്ലാൻഡിലായിരുന്നു അവരുടെ താമസം. ഗുണമേന്മയുള്ള തൈ ഉൽപ്പാദിപ്പിക്കേണ്ട രീതിയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന രീതിയാണിത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യമുണ്ടാക്കുന്നു. തുടങ്ങിയാലോ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ പറ. നമ്മുടെ കുടുംബം. എന്താണ് പേര്? നമ്മുടെ കുടുംബം. ചിൽഡ്രൻസ്, നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹാൻഡിങ് ആംഗിൾസ്. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് ഉണ്ട് ജോയിങ് ആംഗിൾസ് എന്ന്. ആ ജോയിങ് ആംഗിൾ കുട്ടികളെ, ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരെന്താണെന്നറിയാമോ? കോണുകൾ. കുട്ടികളെ, നമുക്ക് ഫസ്റ്റായി പഠിക്കാം വൃത്തത്തെ കുറിച്ച്. വൃത്തത്തിന് ഉപയോഗിക്കുന്ന സാധനം കോമ്പസ്, പെൻസിൽ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 1ാമത്തെ ഭാഗമാണ്. അപ്പൊ അതൊന്ന് നമുക്ക് വായിക്കാം. ഖദറാവാത്ത് ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഖദറാവാത്ത് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്. എന്താണ് വെജിറ്റബിൾസ്? പച്ചക്കറികളുടെ. ഞാൻ പഠിക്കാൻ റെഡിയല്ലേ? ഓക്കെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. എന്തു പറ്റി കൂട്ടുകാരെ? ആർക്കും ഒരു സന്തോഷമില്ലല്ലോ. കൂട്ടുകാരെ കാണാൻ കഴിയാഞ്ഞിട്ടാണോ? പ്രകൃതിയാകുന്ന വിദ്യാലയത്തെ കുറിച്ച് ഒളപ്പമണ്ണ എഴുതിയ എന്റെ വിദ്യാലയം എന്ന മനോഹരമായ ഒരു കവിത ചൊല്ലിത്തരാം. ഈ കവിത എല്ലാവരും പഠിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അസ്സലാമുഅലൈക്കും. കൈഫൽ ഹാൽ? കുല്ലുകും സൈൻ? മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറബി ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് കവിതയെക്കാളും നോവലിനേക്കാളും ഇഷ്ടം കഥയല്ലേ? എന്നാൽ നമുക്ക് കഥയിലേക്ക് തുടരാം. ആ പിക്ചർ എല്ലാവരും നോക്കിക്കേ. അവിടെ കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോ മുറാസിൽ സുഫിയെ ചോദിക്കാണ് അതിനെ ബൈത്തുക. എല്ലാവർക്കും കഥ ഇഷ്ടല്ലേ? എല്ലാവരും കേട്ടോളൂ കേട്ടോ. സഹോദരത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട് അല്ലേ എല്ലാവരും? എല്ലാവരും വീട്ടിൽ പോയി നല്ല പഠിക്കുക കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ എല്ലാവരോടും ചോദ്യം ചെയ്യിക്കും. ഓക്കെ, ആർ യു റെഡി? യെസ്, ശുക്രൻ. അപ്പോൾ നമ്മൾ ഹായ് മക്കളെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. പാഠത്തിന്റെ പേര് ടീച്ചർ വായിക്കട്ടെ. ക്യാ ഹുവാ എന്ന ടീച്ചർ വായിക്കട്ടെ. മക്കൾ ശ്രദ്ധിച്ചിരിക്കണേ. വിനു दोस्त के घर जा रहा था, सड़क पर केले का छिलका पड़ा था. ഹായ് മൈ ചിൽഡ്രൻസ്, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ബേസിക് സയൻസ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഫുഡ് അവർ ഹെൽത്ത്. ആഹാരം ആരോഗ്യത്തിന്. എന്താണ് ഫുഡ് അവർ ഹെൽത്ത് അല്ലേ? ആഹാരം ആരോഗ്യത്തിന്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറില്ലേ? കഴിക്കാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ആരോഗ്യം കിട്ടാനല്ലേ? നല്ല ഇലക്കറികൾ, പിന്നെ നല്ല തക്കാളി, പൊട്ടറ്റോ, ക്യാരറ്റ്, അങ്ങനത്തെ ഒക്കെ നല്ല ഹെൽത്തി കിട്ടുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഒരു ചെറിയ ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാ ടോപ്പിക് എന്ന് നമുക്ക് നോക്കിയാലോ? ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാവോ? The green colored pigment is seen in plant is chlorophyll. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോട് പാട്ട്. കുട്ടികളെ, ഇപ്പൊ എല്ലാവരും പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലേ. അപ്പം നമുക്കിന്ന് മലയാളത്തിൽ ഒരു കഥ പഠിച്ചാലോ? ഒരു കർഷകന്റെ കഥ. ഈ കർഷകന് 4 മക്കളാണ്. 4 പേരും ഭയങ്കര മടിയന്മാര്, കർഷകന്റെ പോലെയല്ല. അപ്പൊ എന്ത് ചെയ്തു? കർഷകൻ തന്റെ മക്കളെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇനിയുള്ള കുറച്ചു കാലം കഴിയാനുള്ളത് എവിടെ ഉണ്ട്? പത്തായത്തിൽ ഇരിക്കുന്നത് സൂക്ഷിച്ച് ചെലവാക്കണം എന്ന് പറഞ്ഞു.
ബാക്കിയുള്ള ആയുഷ്കാലം മുഴുവൻ കഴിയാനുള്ളത് ഞാനൊരു പെട്ടിയിലാക്കി നിധി പോലെ നമ്മളെ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അവർ 4 പേരും കൂടെ എന്ത് ചെയ്തു, പറമ്പ് കുഴിക്കാൻ തുടങ്ങിയേ. പറമ്പ് എത്ര കുഴിച്ചിട്ടും നിധി കിട്ടുന്നില്ല. ഫോട്ടോസിന്തസിസ്. എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറില്ലേ? ഏത് ഫ്രൂട്ട്സാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം? അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ എവിടുന്നാണ് കിട്ടുക? പ്ലാന്റ്സിൽ നിന്നല്ലേ? അപ്പം നമ്മളിനി പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് എവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കൽ? കിച്ചണിൽ നിന്നല്ലേ? അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കിച്ചണാണ് ലീഫ്. ഏതെല്ലാം വൻകരകളുടെ ഇടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്? അതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പറയൂ. ഏഷ്യ, യൂറോപ്പ്. ഗുഡ്. നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ പഠിക്കാം. കിഴക്കൻ റോമ രാജ്യത്തിന്റെ തലസ്ഥാനം. അപ്പോൾ ഞാനിവിടെ ബോർഡിൽ 2 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചിത്രം കറസ്പോണ്ടിങ് ആംഗിൾ. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വെച്ചാൽ സമാന കോണുകൾ. ഇപ്പോൾ നമ്മുടെ ജോഡികളായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കോൺ ഒന്ന് നമ്മളിട്ട് ഞാൻ അവിടെ ഒരു കോൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അതേ സ്ഥാനത്ത് വരുന്ന കോണിനാണ് സമാന കോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൻ്റെ അതേ സ്ഥാനത്ത് വരുന്ന കോണാണ് 5. ഈ കോണിൻ്റെ സമാനമായി വരുന്ന കോൺ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 60 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇതിന് സമാനമായി വരുന്ന കോണാണ് ഇത്. അപ്പോൾ ഇതിനാണ് കറസ്പോണ്ടിങ് ആംഗിൾ പറയുന്നത്. ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം മലയാളമാണ്. അപ്പോൾ നമുക്ക് പാഠത്തിട്ട് പോവാം. तुम सब तुम्हारा घर में सुरक्षित है ना? मैं भी मेरा घर में सुरक्षित हूँ. आज हमें ये चित्र कविता पढ़ने वाला है. एक कविता पसंद है? बादल दानी. चमचम चमकी बिजली रानी, उठी गगन में घटा सुहानी. बादल दानी, बादल दानी. മലയാളം സെക്കൻഡാണ്. നമുക്കൊന്ന് ആ കഥയിലേക്കൊന്ന് പോയാലോ? ഉച്ചത്തെ സ്നേഹിച്ച പാട് എന്ന കഥയാണ് ഞാൻ വായിക്കാൻ പോയി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നലെ പഠിപ്പിച്ചു തന്ന പാട്ടൊക്കെ എല്ലാവരും പഠിച്ചിട്ടില്ലേ? വെരി ഗുഡ്. പിന്നെ പാട്ടൊന്ന് പാടി നോക്കണ്ടേ? നമുക്ക് ഒന്ന് പാടി നോക്കാം. മുറ്റം മുഴുവനും മഴവെള്ളം, മഴവെള്ളത്തിൽ കളിവെള്ളം, കളിവെള്ളത്തിൽ യാത്രക്കാർ, തുമ്പപ്പൂവും തുമ്പികളും. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് മലയാളമാണ്. ഇതിലെ വീട് നല്ല വീട് എന്ന പാടാണ് നമ്മൾ എടുക്കുന്നത്. സാർ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് മലയാളം. എല്ലാവരും ബുക്ക് തുറന്നേ. താരയുടെ കുഞ്ഞിക്കോഴി. എല്ലാവരും സാറുടെ കൂടെ വായിക്കണം കേട്ടോ. താര വന്നു, കൂട് തുറന്നു. നല്ല മക്കൾ. അപ്പോൾ ഫസ്റ്റ് പാഠത്തിൻ്റെ പേര് മണ്ണിൽ പൊന്ന് വിളയിക്കാം എന്നതാണ്. അതിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് എങ്ങനെ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് 2 രീതികളിലായിട്ടാണ് തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് സാർ? കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവുമാണ് ആ 2 രീതികൾ. ഹായ് ചിൽഡ്രൻ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മലയാളമാണ്. ആയിട്ട് ഒന്നാമത്തെ പാഠം എൻ്റെ കേരളം. നമുക്ക് പാട്ടൊന്ന് പാടി നോക്കിയാലോ? പാടും പുഴകളും തോടും. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ചെറിയൊരു കുഞ്ഞു പാഠം പഠിക്കാൻ പോവുകയാണ്. 3 ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അവർ ഫാമിലി. എല്ലാവരും ഹെഡിങ് ഉറക്കെ പറഞ്ഞ് അവർ ഫാമിലി. ഈ പിക്ചറിൽ നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നത്? ഒന്ന് ഉറക്കെ പറഞ്ഞ ആരൊക്കെയാണ് കാണുന്നതെന്ന്. ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ചിൽഡ്രൻ. നിങ്ങൾക്ക് കണക്കിലെ കളികൾ ഇഷ്ടമാണോ? ഞാനൊരു സംഖ്യ പറയാം, അതിന്റെ അടുത്ത സംഖ്യ പെട്ടെന്ന് നിങ്ങൾ പറയണം. ഇതാണ് കളി. ഇതുപോലെ വർഗസംഗ്രഹം, ഇളപരിപാലനം,
ജൈവ കൃഷിയുടെ പ്രാധാന്യങ്ങൾ, ജൈവ കീടനാശിനികളുടെ ഉപയോഗം, ഇവയൊക്കെയാണ് നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. Subscribe now and press the bell icon. Never miss an update.